ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊക്കെ വൃത്തിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. നമ്മുടെ വീടും അതിൻ്റെ പരിസരങ്ങളും എപ്പോഴും വൃത്തിയായി കിടക്കുവാൻ നാം അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് ചപ്പുചവറുകൾ കൂടി കിടന്നാൽ ഉടനെ തന്നെ അടിച്ച് വൈദ്യുതിയാക്കാണ്. നമ്മുടെ സഹോദരിമാർ മിക്കവാറും എല്ലാ ദിവസവും തന്നെ അത്തരത്തിൽ വീടിൻ്റെ മുൻഭാഗം വൃത്തിയാക്കുന്നവരാണ്. മുൻഭാഗം മാത്രമല്ല, നമ്മുടെ വീട് അതിൻ്റെ പെയിന്റ് ഒന്ന് മങ്ങിയാൽ അല്ലെങ്കിൽ അതിനൊരു ഏതെങ്കിലും തരത്തിലൊരു പെയിന്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ നാം ഈ പെയിന്റ് എടുക്കാം. വീടിൻ്റെ അകത്തളവും ഇതേ രീതിയിൽ തന്നെയാണ്. എല്ലാ ദിവസവും എന്നോണം നാം അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും വൃത്തി വെടിപ്പ് അത് നമ്മുടെ ഒരു ശീലമാണ്. അതുപോലെ തന്നെ ശാരീരികമായി മലയാളികൾ മിക്കവാറും ദിവസത്തിൽ 2 നേരമെങ്കിലും കുളിക്കുന്നവരാണ്. യഥേഷ്ടം വെള്ളം ഉപയോഗിച്ച് അങ്ങേയറ്റം വൃത്തി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ചില വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ചെന്നാൽ മലയാളികൾ അവർ റൂമന്വേഷിക്കുന്ന സന്ദർഭത്തിൽ നൽകാൻ അതിൻ്റെ ഉടമസ്ഥർക്ക് വിസമ്മതം ഉണ്ടാകും. ഒരു കാരണം വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ വൃത്തി അത് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വൃത്തി മാത്രമല്ല, സൗന്ദര്യം. നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് ഏറ്റവും മികച്ച ബ്രാൻഡാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഏറ്റവും മനോഹരമായി കാത്ത് സൂക്ഷിക്കുന്നവരാണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ ആയ പലവ്യഞ്ജനങ്ങളെക്കാൾ കൂടുതൽ ഏരിയ അവിടെ പലപ്പോഴും കോസ്മെറ്റിക്സ് ഐറ്റംസിനായി, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഐറ്റംസിനായി. അത്രമാത്രം അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ബാഹ്യമായ ശുദ്ധി വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധ നമുക്കുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ ചില സന്ദർഭത്തിൽ ചില മനുഷ്യരെ നാം വൃത്തികെട്ടവർ എന്ന് അഭിസംബോധന ചെയ്യാറ്. നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ, അത്തരം ആളുകളുടെ വിവാഹാന്വേഷണം മറ്റൊക്കെ വന്നാൽ അയാളുമായുള്ള ബന്ധം അത്ര നല്ലതല്ല, അയാൾ വൃത്തികെട്ടവരാണ് എന്ന് ചിലപ്പോൾ നാം പറയാം. എന്നാൽ കാഴ്ചയിൽ അയാൾക്ക് ഒരു വൃത്തികേടും ഉണ്ടാവില്ല. അയാൾ നമ്മെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ മനോഹരമായി ഈ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. സംസാരത്തിൽ വലിയ പ്രശ്നമൊന്നും നമുക്ക് തോന്നിക്കൊള്ളണമെന്നില്ല.
അതുപോലെ തന്നെ മറ്റു അയാളുടെ വീടും പരിസരവും പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമ്മേക്കാൾ കൂടുതൽ ഒരുപക്ഷെ സൗകര്യമുള്ള ആളായിരിക്കും. എന്നിട്ടും അങ്ങനെയുള്ള ഒരാളെ നാം വൃത്തികെട്ടവൻ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ, വൃത്തി എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷത്തിൽ നാം കാണുന്നതിനപ്പുറം ഒന്നുണ്ട് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആന്തരികമായ നമ്മുടെ മനോനില അത് ഏത് രീതിയിലാണ് എന്ന് പ്രകടിപ്പിക്കുന്നതാണ് ആ വൃത്തികെട്ടവൻ എന്ന അഭിസംബോധന. അയാൾ ഒരുപക്ഷെ അയാളുടെ സ്വഭാവം വളരെ മോശമായേക്കാം, അതല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അതിൽ അത്ര സൂക്ഷ്മത പുലർത്താത്ത വ്യക്തിയായിരിക്കും, അതല്ലെങ്കിൽ ആളുകളെ വഞ്ചിക്കുന്ന, ആളുകളെ ചതിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രകൃതം ഉണ്ടായതുകൊണ്ടായിരിക്കാം നാം ആ മനുഷ്യനെ ആ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നാം കാണുന്ന ഈ വൃത്തിക്കപ്പുറം ആന്തരികമായ പരോക്ഷമായ ഒരു വൃത്തി നമുക്കൊക്കെ ഉണ്ടാവണമെന്ന്. ആ വൃത്തിയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ, മാന്യമായി പെരുമാറുവാൻ, ആളുകളോട് മാന്യമായി ഇടപെടുവാൻ, ആളുകളെ വഞ്ചിക്കാതിരിക്കാൻ, ചതിക്കാതിരിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നുണ്ട്. ഈ വൃത്തിക്ക് ഇസ്ലാം ബാഹ്യമായി നാം കാണുന്ന ഈ വൃത്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പ്രവാചകന്മാരുടെ ആഗമനോദ്ദേശം യഥാർത്ഥത്തിൽ നമ്മെ ഈ നിലയ്ക്ക് സംസ്കരിക്കുവാൻ വേണ്ടിയാണ്, നമ്മെ ഈ നിലയ്ക്ക് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു അവരിലേക്ക് അവരിൽ നിന്ന് നിരക്ഷരരായ ഒരു ദൂതനെ അയച്ചവനാണ്. ആ ദൂതൻ നിർവഹിക്കുന്ന കാര്യം എന്താണ്? യത്ലൂ അലൈഹിം ആയാതിഹി, അവന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ അവൻ ആ പ്രവാചകൻ ഊതിക്കെട്ടുന്നു. വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിക്കുന്നു, അവരെ വൃത്തിയുള്ളവരാണ്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു തെറ്റായ നടപടിക്രമങ്ങളിലുള്ള ഒരു വ്യക്തിയെ നന്നാക്കിയെടുക്കുക, വൃത്തികേടായി കിടക്കുന്ന ഒരു വസ്തുവിനെ നന്നാക്കി വൃത്തിയാക്കിയെടുക്കലാണ് യഥാർത്ഥത്തിൽ സംസ്കരിക്കൽ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, മാത്രമല്ല അവരെ വേദഗ്രന്ഥവും അതുപോലെ തന്നെ തത്വജ്ഞാനം ആ പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ, അതിനു മുമ്പ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് ആ സമൂഹം അങ്ങേയറ്റത്തെ വഴികളിലായി. അപ്പൊ വഴികളിലായ അധാർമികമായ ജീവിതം തിരഞ്ഞെടുത്ത ഒരു സമൂഹത്തെ സംസ്കരിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെയൊക്കെ തന്നെ ദൗത്യം. എന്ന് പറഞ്ഞാൽ നേരത്തെ നാം സൂചിപ്പിച്ച ആന്തരികമായ വൃത്തി, ശുദ്ധി നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ആഗമനോദ്ദേശം. വിശുദ്ധ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഭൗതികമായ ചില വസ്തുക്കളെ ആണയിട്ട് പറയുന്ന ഒരു സൂക്തം നമുക്ക് കാണാൻ കഴിയും. 11 വരുന്ന ഭൗതിക വസ്തുക്കളെ കുറിച്ച് ആണയിട്ടുകൊണ്ട് അല്ലാഹു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. നമുക്കൊക്കെ സുപരിതമാണ് ആ സൂക്തം. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ എന്ന് തുടങ്ങുന്ന സൂക്തം. ഇവിടെ ആകാശത്തെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, പകലിനെ കുറിച്ച്, രാത്രിയെ കുറിച്ച്, അങ്ങനെ ഭൂമിയെ കുറിച്ച് എല്ലാം ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ് വനഫ്സിൻ വമാ സവ്വാഹ, അപ്രകാരം തന്നെ മനസ്സ് തന്നെയാണ് സത്യം, അതിനെ ശരിപ്പെടുത്തിയവൻ, അതിനെ ചൊവ്വാക്കിയവൻ. എന്നിട്ട് ആ മനസ്സിന്റെ പ്രത്യേകത അല്ലാഹു പറയുന്നു ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, ആ മനസ്സിനെ നല്ലതും തീയതും അങ്ങനെ തോന്നിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ മനസ്സുകൾക്ക് 2 അവസ്ഥയാണ്. ഒന്ന് നന്മയിലേക്ക് അത് ചായുന്ന അവസ്ഥ, മറ്റൊന്ന് തിന്മയിലേക്ക് അത് ചെയ്യുന്ന അവസ്ഥയാണ്. ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ ഈ നിലയ്ക്ക് സംവിധാനിച്ചവൻ തന്നെയാണ് സത്യം. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ് ഖദ് അഫ്ലഹ മൻ സക്കാ, അതിനെ പരിശുദ്ധപ്പെടുത്തിയോ. നേരത്തെ പറഞ്ഞ ഈ മനസ്സ്, ഈ ഹൃദയം, അതിനെ പരിശുദ്ധപ്പെടുത്തിയോ, അല്ലെങ്കിൽ അതിനെ സംസ്കരിച്ചുവോ, അവൻ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ സആ, എന്നാൽ ആ മനസ്സിനെ ആരാണോ മലീമസമാക്കി, മലിനപ്പെടുത്തി, അത് വൃത്തികേടാക്കി, അത്തരം ആളുകൾ പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ നമ്മുടെ മനസ്സ് വൃത്തിയായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനമാണ്. ആ സ്വർഗപ്രവേശനം നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഹൃദയശുദ്ധിയാണ്. ഹൃദയം അശുദ്ധമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികമായ സ്വാധീനങ്ങൾ, അത് ചിലപ്പോൾ അധികാരം കൊണ്ടാകാം, സാമ്പത്തിക മേന്മ കൊണ്ടാകാം, ഭൗതികമായ മറ്റു വൈജ്ഞാനിക മേഖലകളിൽ ഉയർച്ച കൊണ്ടാകാം,
ഉണ്ടാകാം, എന്തെന്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ഹൃദയം മലീമസമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ പരാജയമായി. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ നാളെ ഭാരതത്തിന്റെ ലോകത്ത് ചില ആളുകൾ അപമാനിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീ എന്നെ അപമാനിക്കരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പുനരുദ്ധാന നാളിൽ എന്നെ നീ അപമാനിക്കരുത്. ആ ദിവസത്തിന്റെ പ്രത്യേകത സമ്പത്ത് അല്ലെങ്കിൽ സന്താനങ്ങൾ അദ്ദേഹം ഒരു ഉപകാരം ചെയ്യുകയില്ല. നല്ല ഒരു അന്യോന്യമായ വൃത്തികേടുകളില്ലാത്ത വളരെ സുരക്ഷിതമായ പാപമംഗലമല്ലാത്ത ഒരു ഹൃദയവുമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഒഴിയും. അപ്പൊ നമുക്ക് ഭൗതികമായ എന്തെന്ത് കഴിവുണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അത് മലീമസമാണെങ്കിൽ നാം വൃത്തികെട്ടവൻ എന്ന് മറ്റുള്ളവരാൽ അഭിസംബോധന ചെയ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അത് അഭിസംബോധന ചെയ്യപ്പെട്ടുകൊള്ളണമെന്നല്ല, ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ നാം വൃത്തിയുള്ളവനായിരിക്കാം. പക്ഷേ ആളുകളുടെ അഭാവത്തിൽ വൃത്തികേടുകളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ അയാളുടെ ഭൗതികമായ എന്തെന്ത് പദവികളും അതുകൊണ്ട് ഒരു ഉപകാരമില്ലാതെ നിരർത്ഥകമായിരിക്കുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗപ്രവേശനം. ആ സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കേണ്ടത്, നമ്മുടെ മനസ്സുകളെ നാം സംസ്കരിക്കേണ്ടത്. നമ്മുടെ മനസ്സുകളെ എങ്ങനെയാണ് സംസ്കരിക്കുന്നത്? നേരത്തെ നാം സൂചിപ്പിച്ചു, പ്രവാചകന്മാരുടെ ആഗ്രഹ ഉദ്ദേശം ഈ മനസ്സുകളെ സംസ്കരിക്കുക. അതോടൊപ്പം തന്നെ ആരാധനാകർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമുക്ക് സമയം ലഭിക്കുന്ന സന്ദർഭത്തിൽ നാം നടത്തുന്ന ഒരു കാട്ടിക്കൂട്ടലല്ലല്ലോ ആരാധനാകർമ്മങ്ങൾക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. എന്താണ് നമസ്കാരത്തിന്റെ ലക്ഷ്യം? വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി ഈ നമസ്കാരം നിലനിർത്തും. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തിന്മയിലേക്ക് ഒരിക്കലും ആകർഷിക്കപ്പെടുകയില്ല. വളരെ കൃത്യമായി അയാളുടെ ലക്ഷ്യം പാരത്രിക മോക്ഷമായി. അങ്ങനെ നമ്മുടെ ദേഹേച്ഛ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം അതാണ് സംരക്ഷിക്കപ്പെടുന്നതെങ്കിൽ, അതിനാണ് നാം മുൻഗണന നൽകുന്നതെങ്കിൽ സ്വർഗം നമുക്ക് നിഷിദ്ധമായി അവിടെ നാം തടയപ്പെടും. അതിക്രമം കാണിക്കുന്നു. അതിക്രമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു ക്രമവും ആ ക്രമം തെറ്റിക്കുന്ന സന്ദർഭത്തിൽ, സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ക്രമം എന്ന് പറഞ്ഞാൽ അന്യായം ചെയ്യാതെ വളരെ കൃത്യമായി അവകാശപ്പെട്ട വ്യക്തിക്ക് അവന്റെ അവകാശം കൊടുത്തു തീർക്കുകയാണ്. എന്നാൽ ആ അവകാശം കൊടുത്തു തീർക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ സ്വാർത്ഥത നമ്മെ സ്വാധീനിക്കുന്നുവെങ്കിൽ അത് ഒരു അതിക്രമമാണ്. അങ്ങനെ അതിക്രമം ചെയ്യുന്ന ആളുകൾ, അത് അധർമ്മം ചെയ്യുന്ന ആളുകൾ എന്നും അതിന് വ്യാഖ്യാനമുണ്ട്. ഹയാത്തിന് ഈ അതിക്രമം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർ ഐഹിക ലോകത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് കൊണ്ടാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കേതം എന്ന് പറഞ്ഞാൽ നരകമാണ്. എന്നാൽ ഒരാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സാന്നിധ്യം അയാളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ, അതുപോടൊപ്പം തന്നെ അയാളുടെ ദേഹേച്ഛ, അയാളുടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ അതിൽ നിന്ന് അയാൾക്ക് മാറി നിൽക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സങ്കേതം അത് സ്വർഗമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന് ചില താല്പര്യങ്ങളുണ്ട്, ഭൗതികമായ താല്പര്യങ്ങൾ. അത് ശാരീരികമായ ചില കാമപൂർത്തീകരണങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ പ്രത്യേകമായ ആനന്ദം നൽകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകാം, മദ്യത്തിന്റെ ഉപയോഗമാകാം, സ്ത്രീ സംബന്ധമായ വിഷയങ്ങളാകാം. എന്ത് തന്നെയായാലും നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛക്കനുസരിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള ചലനമെങ്കിൽ അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. എന്നാൽ നമുക്ക് അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയും അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ നാം കൃത്യമായി ഭയപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു സംസ്കരണമാണ്, ഹൃദയത്തെ വൃത്തിയാക്കുക. ആ വൃത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാധനാകർമ്മങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം അത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നമസ്കാരം ആളുകളെ മുൻകറുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഫഹ്ശാകളിൽ നിന്ന് അകറ്റി നിർത്തുന്നു. മുൻകർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷത്തിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആളുകൾ കാണുന്നത് ഭയപ്പെടുന്ന കാര്യമാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
നമ്മൾ ആലോചിച്ചു, നാം ആദരിക്കുന്ന, നാം ബഹുമാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് നാം പുകവലിക്കുകയില്ല. എന്തുകൊണ്ട്? അതൊരു ദുശ്ശീലമാണ് എന്ന് നാം തിരിച്ചറിയും. അതങ്ങനെ പാടില്ല. അല്ലെങ്കിൽ പൊതുജനങ്ങൾ കാണത്തക്ക രീതിയിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു തിന്മ നാം ചെയ്യാൻ പഠിക്കുന്നു. അതിന്റെ അർത്ഥം അത് മുൻകറാണ്. അത്തരത്തിലുള്ള മുൻകറാവുകളിൽ നിന്ന് നമസ്കാരം നമ്മെ നിലനിർത്തും. അതുപോലെ തന്നെ ഫഹ്ഷ, വ്യഭിചാരം, മദ്യപാനം, മോഷണം, അങ്ങനെ തുടങ്ങിയ പൈശാചിക പ്രയത്നങ്ങൾക്ക് വിധേയമായി ഒരു മനുഷ്യൻ നടത്തുന്ന എന്തെന്ത് പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഫഹ്ഷാകളാണ്. ഇതിൽ നിന്നൊക്കെ നമസ്കാരം മനുഷ്യരെ അകറ്റി നിർത്തും. നമ്മുടെ നമസ്കാരം അതിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന ഇല്ലായിരിക്കും. നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകൾ വളരെ കൃത്യവും സൂക്ഷ്മതയും പുലർത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നാം നമ്മുടെ നമസ്കാരം നമ്മെ കൃത്യമായി സ്വാധീനിക്കുന്നില്ല എന്നതാണ്. ആ നമസ്കാരത്തിന്റെ ലക്ഷ്യപ്രാപ്തി നമ്മളിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ്. ആ നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം തന്നെ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിനെ സ്മരിക്കലാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഈ നിലയിൽ സംരക്ഷിക്കപ്പെടുവാൻ, അങ്ങനെ സംസ്കരിക്കപ്പെടുവാൻ, അത് മലീമസമാകാതിരിക്കുവാനുള്ള പ്രത്യേകമായ ശ്രദ്ധ, അത് നമ്മളിൽ നടപ്പാക്കുവാനുള്ള സംവിധാനങ്ങൾ ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, സത്യവിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലേ അവരുടെ ഹൃദയാന്തരാളുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് ഭയത്തോടെ മടങ്ങുവാൻ. അതുപോലെ തന്നെ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് അവരുടെ ഹൃദയം തിരിയുവാൻ അവർക്ക് സമയമായില്ലേ. മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കുവാൻ അവർക്ക് സമയമായിരുന്നു. എന്താണ് ആ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ പ്രത്യേകത? വേദഗ്രന്ഥം നൽകി ഒരുപാട് കാലം കഴിഞ്ഞുപോയി. അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ വേദഗ്രന്ഥം ലഭിക്കപ്പെട്ടത്. അങ്ങനെ ആ വേദഗ്രന്ഥത്തിൽ നിന്ന് അവർ അകന്നുപോയി. എന്നിട്ടോ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ആ ഹൃദയാന്തരാണ് നന്മകൾ പ്രവേശിക്കാതെയാണ്. നമ്മൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആനിൽ നിന്ന്, ഇസ്ലാമികമായ നടപടിക്രമങ്ങളിൽ നിന്ന്, ആരാധനാക്രമങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയെ, തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തിയെ, ഒരുപക്ഷെ തുടക്കത്തിൽ അതൊരു ചെറിയ തിന്മയായി തോന്നിയേക്കാം. ആവർത്തനത്തിലൂടെ അയാളുടെ ഹൃദയം കടുത്തുപോകും. പിന്നീട് അതിലേക്ക് നന്മകൾ പ്രവേശിക്കുകയില്ല. എന്ത് നന്മകൾ ആര് ഉപദേശിച്ചാലും അതിനെ പുച്ഛത്തോടെ അവജ്ഞയോടെ മാത്രമാണ് അയാൾ കാണുക. അതുകൊണ്ട് തന്നെ അയാളുടെ ഹൃദയം കടുത്തുപോകും. ഇവിടെ അള്ളാഹുവിന്റെ ചോദ്യം, ഇങ്ങനെ ഹൃദയം കടുക്കാതിരിക്കുവാൻ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കുവാൻ അവർക്ക് സമയമായില്ലേ? അവരിൽ എന്ന് പറഞ്ഞാൽ ഈ വേദഗ്രന്ഥം നൽകപ്പെട്ട മുൻഗാമികളായ ആളുകൾ ഭൂരിപക്ഷം അധർമ്മമായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുക്കലുണ്ട്. അതിലേക്ക് മടങ്ങുവാൻ, അതിന്റെ ആശയങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ, പഠിക്കുവാൻ, മനനം ചെയ്യുവാൻ, ഗവേഷണം നടത്തുവാൻ, അതിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടെത്തുവാൻ, ആ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് നമ്മുടെ ഹൃദയാന്തരാണ്. അത് ഏറ്റവും വൃത്തിയായിരിക്കാൻ മഹാനായ അറിയുക, ശരീരത്തിൽ ഒരു മാംസകൃഷ്ണം അത് വൃത്തിയായാൽ, അത് നന്നായാൽ ശരീരം മുഴുവൻ വൃത്തിയായി. ഇനി അത് മലീമസമായ, അത് മോശമായ ശരീരം മുഴുവൻ മോശമാണ്. അറിയുക, അതാണ് ഹൃദയം. അപ്പൊ നമ്മുടെ ഹൃദയങ്ങൾ ഏറ്റവും നന്നായിരിക്കേണ്ടത്, ഏറ്റവും വൃത്തിയായിരിക്കേണ്ടത്. ബാഹ്യമായ വൃത്തിക്കപ്പുറം നമ്മുടെ ഹൃദയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ഹൃദയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലമായി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു ആളുകളോട്, തന്റെ സഹോദരങ്ങളോട്, തന്റെ സഹപ്രവർത്തകരോട്, കുടുംബങ്ങളിലെ ആളുകളോട് ഏതെങ്കിലും തരത്തിലുള്ള ഈർഷ്യ വെച്ച് പുലർത്തും, അല്ലെങ്കിൽ അവരോട് പകയും വിദ്വേഷവും അസൂയയും വെച്ച് പുലർത്തുന്നു. അത് ഒരു തരത്തിലുള്ള മലീമസമാകലാണ്, ഒരു വൃത്തികേടാകലാണ്. അതിന് മാനസികമായ പ്രയാസങ്ങൾ മാത്രമല്ല അയാൾ അനുഭവിക്കുന്നത്, അയാൾ അനുഭവിക്കുന്നത് ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും. ഒരു മനുഷ്യൻ സ്ഥിരമായി മറ്റൊരു മനുഷ്യനെ കുറിച്ച് തെറ്റായ ചിന്തകൾ വെച്ച് പുലർത്തുകയും പകയും വെച്ച് പുലർത്തുകയും എന്ന് അതിന്റെ ശാരീരിക സ്ഫുരണങ്ങൾ സംഭവിക്കുമെന്നതാണ്. പലപ്പോഴും നമ്മളൊക്കെ പല വേദനകൾ അതുമായി ഡോക്ടറെ സമീപിക്കുന്ന സന്ദർഭത്തിൽ ഒരു മെഡിസിൻ കണ്ടന്റുമില്ലാത്ത ഗുളികകൾ ചിലപ്പോൾ നമുക്ക് ലഭിച്ചേക്കാം. പ്ലാസിബോ ഇഫക്റ്റ് എന്ന ഒരു സംഭവം ഈ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതറിയാം. അത്തരം ഗുളികകൾ തന്ന് ഒരുപക്ഷെ നമ്മുടെ അസുഖം ഭേദമായതായി നമുക്ക് തോന്നിയേക്കാം.
യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന അസുഖം ഇത്തരത്തിൽ ആളുകളെ കുറിച്ചുള്ള പക, കടുത്ത വിദ്വേഷം, അമർഷം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വെച്ചു പുലർത്തുന്നത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ അതിൽ നിന്നുള്ള മോചനം വൃത്തിയുടെ ഭാഗം തന്നെയാണ്. നോക്കൂ, മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അദ്ദേഹം തന്റെ അനുജന്മാരോടൊപ്പം ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതാ ഇപ്പോൾ ഈ പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരും, അയാൾ സ്വർഗാവകാശിയാണ് എന്ന് പറയുന്നത്. അങ്ങനെ സഹാബികൾ അടുത്തതായി കടന്നു വരുന്ന ആളെ ഇങ്ങനെ സാമൂഹ്യം ശ്രദ്ധിച്ചുകൊണ്ട്, അപ്പൊ ഒരു സാധാരണ സഹാബി, അത്ര പ്രമുഖരല്ലാത്ത ഒരു വ്യക്തിയാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ താടിയിൽ നിന്ന് ഒതുവെടുത്ത വെള്ളം ഇങ്ങനെ കുടിച്ചുണ്ടായിരുന്നു, ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം ധരിച്ചിരുന്ന ചെരുപ്പ് ഇടത് കൈയിൽ ഇങ്ങനെ പിടിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പള്ളിയിലേക്ക് കയറുന്നത്. അടുത്ത ദിവസം അതേ സമയത്ത് തന്നെ സഹാബികളോടൊപ്പം ഇരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഇതാ ഈ പള്ളിയിലേക്ക് ഇപ്പോൾ ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗാവകാശിയാണ്. കഴിഞ്ഞ ദിവസം വന്ന അതേ സഹാബി തന്നെയാണ് ആ ദിവസവും. മൂന്നാം ദിവസവും ഇത് ആവർത്തിച്ചു. അങ്ങനെ ആവർത്തിച്ച സന്ദർഭത്തിൽ സഹാബികൾക്ക് വളരെ അത്ഭുതകരമായി, എന്ത് പ്രവർത്തനമാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ഇദ്ദേഹം ചെയ്യുന്നത് അവർ എന്ന് പല ആളുകളും ചിന്തിച്ചു. അങ്ങനെ ഒരു പ്രമുഖ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ചില പ്രയാസങ്ങളുണ്ട്, ഒരു 3 ദിവസം നിങ്ങളോടൊപ്പം ഞാൻ താമസിച്ചോട്ടെ. തീർച്ചയായും താമസിക്കും. അങ്ങനെ 3 ദിവസം താമസിച്ചിട്ട് കൂടുതലായി ഒരു അമൽ ചെയ്യുന്നതായി അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. സാധാരണ മറ്റു സ്വഹാബികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ ഒരു അമൽ ചെയ്യുന്നതായി കാണാൻ കഴിയില്ല. രാത്രി കാലത്ത് മറ്റുള്ളവർ നമസ്കരിക്കുന്നത് പോലെ സാധാരണ നമസ്കരിക്കുന്നു, രാത്രി ഉറങ്ങുന്നു, ഇടയ്ക്ക് എഴുന്നേറ്റൊന്നും അദ്ദേഹം നമസ്കരിക്കുന്നു. അത് 3 ദിവസം ഇദ്ദേഹം വീഴ്ചപ്പോൾ ഇതേ രീതിയാണ് ആവർത്തിച്ചത്. അത് 3-ാം ദിവസം അദ്ദേഹം വന്ന കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞത്, താങ്കൾ സ്വർഗാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വെച്ച് പറഞ്ഞു. പക്ഷേ താങ്കളിൽ നിന്ന് ഞാൻ കൂടുതലായ വലിയ അമലുകളൊന്നും കണ്ടില്ലല്ലോ, എന്താണ് പ്രവാചകൻ പറഞ്ഞതിന്റെ ആ ആശയം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ആ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വ്യക്തികളോട് ഏതെങ്കിലും തരത്തിലുള്ള അമർഷം, ഈർഷ്യത, പക വെച്ച് പുലർത്തേണ്ട ഒരു സന്ദർഭം അല്ലെങ്കിൽ അസൂയ തോന്നിയ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് ഞാൻ മറക്കും പൂർണ്ണമായി. അത് അങ്ങനെ പൊറുക്കപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർത്തും പുറത്തുകൊടുക്കും. അത് മനസ്സിൽ വെച്ച് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം എനിക്കില്ല. നമ്മൾ ആലോചിച്ചു, ഒരു ഹൃദയശുദ്ധിയാണ്. നമുക്ക് ഏതെങ്കിലും വ്യക്തികളോട് ഇങ്ങനെ പകയും വിദ്വേഷമൊക്കെ വെച്ചാൽ നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം വൃത്തിയില്ല, ശുദ്ധിയില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് വാപ്പ് നൽകുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ, കൊടുത്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കുന്ന, നാം സംസ്കരിക്കപ്പെടുന്ന ഒരു കാര്യമായി നമുക്ക് മനസ്സിലാകേണ്ടത്. നമ്മുടെ മുമ്പിൽ റമദാൻ ആവലമാകുക. റമദാനിന്റെ പ്രധാന ലക്ഷ്യം ഇത്തരത്തിൽ നമ്മെ സംസ്കരിക്കുന്നതാണ്. മഹാനായ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഒരു വിശ്വാസി വളരെ കൃത്യമായി ആരാധനാകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. വൻപാപങ്ങൾ ചെയ്താലില്ലാതെ, വലിയ പാപങ്ങൾ, ശിർക്ക് പോലെ അതുപോലെയുള്ള പാപങ്ങൾ ചെയ്താൽ അത് പൊറുക്കപ്പെടുകയില്ല. വിശുദ്ധകളുടെ മറ്റു ആയത്തുകളിലും അത് പറയുന്നു. അതുകൊണ്ട് റമദാൻ അതിനെ മാനസികമായ ഒരു മുന്നൊരുക്കം നാം നടത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ നമ്മുടെ വീടായകൾ വൃത്തിയാക്കുന്നതിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. നനച്ചുകൊണ്ടൊക്കെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീടും പരിസരവും അതൊക്കെ വീട്ടിലേക്ക് അതിഥികൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാം വളരെ മനോഹരമാക്കും. പക്ഷെ മാനസികമായ ഒരു മുന്നൊരുക്കം നാം നടത്തുന്നില്ല. നോമ്പ് അനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിലൂടെ ആർജിച്ചെടുക്കേണ്ട തഖ്വാബോധം, സൂക്ഷ്മതാബോധം, നാം സംസ്കരിക്കപ്പെടേണ്ട ഒരു ചിന്തയും നമുക്കില്ലെങ്കിൽ അത് നമ്മളിൽ ഒരു പ്രതിഫലനവും ഉണ്ടാക്കില്ല. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ അത് നാം സംസ്കരിക്കപ്പെടണം, ഞാൻ നന്നാവണം എന്നുള്ള ചിന്തയോട് അതിനെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അങ്ങനെ ഒരു റമദാൻ നമ്മളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അത് നമുക്ക് അനുകൂലമാകുന്ന, നാളെ പാർട്ടിക ലോകത്ത് നമുക്ക് ഗുണകരമാകുന്ന രീതിയിൽ പരിവർത്തിപ്പിക്കപ്പെടും. അങ്ങനെ പരിവർത്തിപ്പിക്കുവാനുള്ള ശ്രദ്ധ, ഒരു നിയ്യത്ത്, നല്ല ഒരു ഉദ്ദേശം നമുക്ക് ഇപ്പോഴേ ഉണ്ടാവട്ടെ. അങ്ങനെ ഈ വരാനിരിക്കുന്ന റമദാൻ അത് നമ്മളിലേക്ക് എത്തുവാൻ, അള്ളാഹു നിഷ്കർഷിച്ച രീതിയിൽ ആരാധനാക്രമങ്ങൾ ചിട്ടയോടെ നിർവഹിക്കുവാൻ, നോമ്പനുഷ്ഠിക്കുക വഴി നാളെ പാർട്ടിക ലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിലൂടെ സൂക്ഷിക്കുന്നത് എല്ലാവരും ഓർമ്മിപ്പിക്കുക. 3 ദിവസങ്ങളിലായി നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്ന ഒരു നേർച്ചയെക്കുറിച്ചുള്ള നോട്ടീസ് നിലയിൽ ഒരു നേർച്ച എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാവരും പലപ്പോഴും മതപരമായി പുണ്യം എന്ന ലക്ഷ്യത്തിൽ നാം ചെന്നുപെടുന്ന അത്തരം നേർച്ചകൾ നമ്മുടെ പരലോക സ്വർഗപ്രവേശനത്തിന് വിഘ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. വളരെ കൃത്യമായി ഇസ്ലാമിന്റെ ഈ രംഗത്തെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നാം തിരിച്ചറിയുന്നത്. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലദീന യൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തഖീമ. അവർ നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ്. അപ്പോൾ നേർച്ച അത് ഇസ്ലാമിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് നേർച്ച എന്ന് നാം തിരിച്ചറിയുന്നത്? നമുക്ക് നിർബന്ധമല്ലാത്ത ഒരു കാര്യം നാം സ്വമേധയാ നിർബന്ധമാക്കലാണെങ്കിൽ നമുക്ക് നേർച്ച. ഒരാൾ ഒരു ആടിനെ ആദത്തിന് മാംസം പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് പ്രതിജ്ഞയെടുക്കാറില്ല, അത് നേർച്ചയായി. പിന്നീട് അത് ലംഘിച്ചാൽ അയാൾ പ്രായശ്ചിത്തം നൽകേണ്ടത്. ആ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്, അടിമയെ മോചിപ്പിക്കൽ, അതുപോലെ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കലൊക്കെ. അപ്പോൾ ആ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറ്റകരമായ ഒരു കാര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നേർച്ച എന്ന് പറഞ്ഞാൽ ആളുകൾ പ്രത്യേകം ഒരുമിച്ച് കൂടി പ്രത്യേകമായ ചില ദിക്റുകൾ, അതുപോലെ അത് അല്ലാഹുവിലേക്കല്ല ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ നേർച്ചയാക്കപ്പെടുന്ന ആ വ്യക്തിക്കായി അയാൾ ഒരു മഹൽ വ്യക്തിത്വമാകാൻ മരണപ്പെട്ടു പോയ അങ്ങനെ ആ വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രത്യേക ദിക്റുകൾ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു നേർച്ച എവിടെയും മാറുകയും അതോടൊപ്പം ചില അള്ളാഹുവിൽ നേർച്ച ചെയ്യുന്ന ആളുകൾ തന്നെ ഉപാധി വെച്ച്, ഇപ്പൊ നമ്മുടെ എൻ്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടുകയാണെങ്കിൽ പഠിച്ചോനെ ഞാൻ എൻ്റെ ഭാഗത്തിൽ ഇന്നത് ചെയ്തുകൊള്ളാം. പഠിച്ചോൻ നമ്മളെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഫീസിൽ പോയാൽ സർവീസിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എത്തിച്ചേർന്ന് നമ്മൾ പ്രത്യേകം ഫീസ് കൊടുക്കണം. ഇതുപോലെ അള്ളാഹുവിന് പ്രത്യേകം ഫീസ് കൊടുത്തിട്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാനിരിക്കുന്ന ഒരു ശക്തിയാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ മുക്കയ്യത് എന്ന് പറഞ്ഞാൽ ഉപാധി വെച്ചിട്ടുള്ള നേർച്ച ഒരിക്കലും ഇസ്ലാമിനെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എൻ്റെ മകൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ രോഗമുണ്ട്, എൻ്റെ രോഗം മാറിയാൽ അങ്ങനെയുള്ള ചിന്തകൾ വെച്ചിട്ടുള്ള ഒരു നേർച്ചയും ഇസ്ലാമില്ല. അതുപോലെ തന്നെ ഒരു പുണ്യപ്രദേശത്തിൽ ചെന്ന്, പുണ്യപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരുപാട് അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്, അവിടെ ചെന്ന് ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക സമ്പ്രദായമില്ല. അത്തരത്തിലുള്ള ഒരു നേർച്ചയില്ല. നാം തിരിച്ചറിയേണ്ടത് അത് ചെയ്യുന്നതിലൂടെ പുണ്യമാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടി നമുക്കുണ്ടാകുന്നത് വലിയ ദോഷമാണ്, വലിയ പാപമാണ് നാം ചെയ്യുന്നത്. നേർച്ച എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് മാത്രമായിരുന്നു. ശിർക്ക് കടുത്ത പാപമാണ്, നമുക്കറിയാം. അള്ളാഹു പറഞ്ഞിരുന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല. ഇവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കേണ്ട ഒരു ആരാധനാ കർമ്മം അള്ളാഹുവില്ലാത്ത ഇതരരായ, അത് മനുഷ്യർ മുമ്പ് മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ പേരിലാകുമ്പോൾ അത് ശിർക്കാണ്, കടുത്ത പാപമാണ്. അപ്പോൾ പുണ്യം എന്ന് നാം ചിന്തിച്ച് അത്തരത്തിലുള്ള ഒരു കേന്ദ്രത്തിൽ നാം ചെന്നുപെടുകയാണെങ്കിൽ അതിലൂടെ നാം ചെയ്യുന്നത് പാപമാണ്, അക്രമമാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ഇനി നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമുക്കറിയാം. നാട്ടിൽ നേർച്ചകൾ നടക്കുന്ന ഒരു വലിയ ഒരു സന്ദർഭം, അവിടെ നടക്കുന്നത് ഇസ്ലാമിക സംസ്കാരവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ആനയും അമ്പാരിയും അതുപോലെയുള്ള ശിങ്കാരികളും വെച്ചിട്ടുള്ള ഒരു നേർച്ച ഇസ്ലാം എവിടെയും പഠിപ്പിച്ചു. അത് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ശുദ്ധി ലഭിക്കപ്പെടാത്ത വ്യക്തികൾ, സംസ്കരണം സിദ്ധിക്കാത്ത വ്യക്തികൾ നടത്തുന്ന ഒരു പേക്കൂത്തുകൾ. ആ പേക്കൂത്തുകളിൽ നമ്മൾ അകപ്പെട്ട് അവിടെ നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ നമ്മുടെ ആരാധന കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകും എന്ന ചിന്തയാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ ഇത്തരത്തിലുള്ള ആരാധന കർമ്മങ്ങളുടെ അതിൻ്റെ തനത് സ്വഭാവം എന്താണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള അനാവശ്യമായ ഈ ആർഭാടങ്ങൾ, അതല്ലെങ്കിൽ പേക്കൂത്തുകൾ, അതിൽ ചെന്നുപെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. ഈ മതപരമായി പുണ്യം ഉദ്ദേശിച്ചാണ് അത്തരം കേന്ദ്രങ്ങൾ ചെന്നുപെടുന്നതെങ്കിലും അത് വലിയ അബദ്ധമാണ്. നമ്മൾ അതിലൂടെ ചെയ്യുന്ന പാപമാണ് എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ആശയങ്ങൾ അതിൻ്റെ റിയൽ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിൽ വിവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുകയാണ്. നമുക്കൊക്കെ നല്ല ആരോഗ്യവും ഇഹലോകത്തും നാളെ പാരമ്പര്യലോകത്തും അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا هب لنا من ازواجنا ومن ذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه